ഇതാണ് ഉപ്പൻ. നോക്കണം, ക്യാമറ നോക്കി. ഇതെല്ലാം വണ്ടി പിടിച്ച് ഞങ്ങളുടെ ഫ്ലാറ്റിലേക്കാണല്ലോ വരുന്നതെന്നുള്ളതാണ്. തുറക്കാൻ പറ്റില്ല. അങ്ങനെ ധന്യമേരി വർഗീസ് ഉപ്പനെ പിടിച്ച് ഒന്നുമില്ല, ഭയങ്കര പാവാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു തന്നെ മാന്തി കൊല്ലുവന്ന്. ഇവനെ ഞാൻ തെങ്ങിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവനെ പറ്റി ഞങ്ങളൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തി. മോശം പറഞ്ഞാൽ മോശം അഭിപ്രായം. അവിടെ വിട്ടാ ഹായ്, ഒരു പ്രാവിന്റെ വീഡിയോയ്ക്ക് ശേഷം ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ഗസ്റ്റ് ഫ്ലാറ്റിലോട്ട് വന്നു. ഇതെല്ലാം വണ്ടി പിടിച്ച് ഞങ്ങളുടെ ഫ്ലാറ്റിലേക്കാണല്ലോ വരുന്നതെന്നുള്ളതാണ്. അതെ, ഞാൻ ഇപ്പോൾ ടെറസിൽ തുണി വിരിക്കാൻ പോയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ പക്ഷിയുടെ വേസ്റ്റ് കാഷ്ടം കിടക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രാവായിരിക്കും. വീണ്ടും ഇതിനകത്ത് പെട്ടല്ലോ, രക്ഷപ്പെടുത്തി വിടാമല്ലോ എന്ന് പറഞ്ഞ് പോയി നോക്കിയപ്പോൾ വേറൊരു ഗസ്റ്റ് ആരാണെന്ന് കാണിച്ചു തരാം. വാ, അപ്പോൾ ഇതാണ് ടെറസിലേക്കുള്ള വഴി. ഇതാ ഇവിടാണ് കണ്ട കേട്ടോ, വേസ്റ്റ് അല്ല. ആളിതേ ഇരിക്കുന്നു. നമ്മളെ കണ്ടതും എങ്ങനെ രക്ഷപ്പെടും മല്ലയ്യ പറഞ്ഞിരിക്കുകയാണ്. പാവം, എങ്ങനെ രക്ഷപ്പെടുത്തി വിടും? അത് തുറന്നു കൊടുക്കാൻ പറ്റൂലേ? അത് തുറക്കാൻ പറ്റൂല. തുറക്കാൻ പറ്റില്ല. അയ്യോ, അത് പേടിച്ചു പോയി. എനിക്കാണെങ്കിൽ പിടിക്കാനും പേടി. വല്ല ഗ്ലൗസ് ഉണ്ടായിരുന്നേ പിടിക്കായിരുന്നു. കണ്ട മൊത്തം ഇവിടെയൊക്കെ പേടിച്ച് കുറേ നേരമായിട്ട് വന്നിട്ട്. ഉപ്പനല്ലേ? ഹലോ, എന്നെ കഴിക്കണ ഉപ്പൻ എന്നെ കൊടുക്കണം. പേടിക്കണ്ട, രക്ഷപ്പെടുത്തി വിടാ, കൊല്ലൂല. ദൈവമേ. അടുത്ത പെയിന്റും എല്ലാം ഇളക്കി പേടിക്കണമെന്ന്. ജീവിതത്തിൽ ഉപ്പൻ ഇതുവരെടുത്ത് കണ്ടിട്ടില്ല. ഇങ്ങനെ മരത്തിലൊക്കെ ഇരിക്കുന്നതും ഒക്കെ കാണാറുണ്ട്. ഉപ്പൻ്റെ കണ്ണു വന്നിരിക്കുന്നത് എൻ്റെ മൊത്തം ഒരു സെക്കൻഡ്. അങ്ങനെ ധന്യമേരി വർഗീസ് ഉപ്പനെ പിടിച്ച് അന്ന് നോക്കി. അയ്യോ, എൻ്റെ പേടി. മോനെ കാണിച്ചില്ല. ജോഹാന ആഗ്രഹം ഉണ്ടാവും കാണാൻ. ഉപ്പൻ്റെ കണ്ണ് പോലെ ഇരിക്കുമെന്ന് എത്ര പേരൊക്കെ പേരെന്നറിയാമോ? ഉപ്പൻ്റെ കണ്ണ് ഒന്നുമില്ല, ഭയങ്കര പാവാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു തന്നെ മാന്തി കൊല്ലുവന്ന്. ഒന്നും ചെയ്തില്ല. ഇതിനും ശരിക്കും പാടാണ് പ്രാവിനെ പിടിക്കാൻ. ഞങ്ങൾ ഊഞ്ഞാലൊക്കെ നാടൊക്കെ കേട്ടോ. എൻ്റെ കൊതി മാറ്റുകയാണ്. ഉപ്പനും എന്തൊരു കോമ്പിനേഷൻ ആണല്ലോ. ഉപ്പൻ ആലോചിക്കണ്ടാവും, ദൈവമേ ഞാനിത് എവിടെയാ വന്ന് പെട്ടെ, ഇത്രയും ഭ്രാന്തരെ ഞാൻ കണ്ടിട്ടില്ല. രാവിലെ ടീവിനെ കാണാൻ എടുക്കണോ? നമ്മള് ഫ്ലാറ്റിന്റെ അകത്ത് വെച്ച് കൈമാറാന്ന് വെച്ച താലത്തിന്. കാരണം ആള് പേടിച്ചിരിക്കുക. പിന്നെ പറത്തി വിടാനൊരു പേടിയുണ്ട്. കാരണം കാക്ക ഒത്തിരി ഉണ്ട്. കുഞ്ഞാണെങ്കിൽ കൊത്തി കൊന്നാലോ ഒരു പേടി. കണ്ട, എന്റെ കയ്യിലിരുന്ന അത്രയും ധൈര്യം ഇല്ല നിങ്ങളുടെ കയ്യിൽ. ഇത് വെച്ച് ഇത് മാറ്റി കൊടുക്കുക. ഇത് ചവിട്ടാൻ വെച്ച് അത് ഇങ്ങനെ കുതിക്കും. ഇതാണ് ഉപ്പൻ. നോക്കണം, ക്യാമറ നോക്കി. ജോഹാന വിളിക്കട്ടെ. ജോഹാനെ കൂടെ കാണിച്ചിട്ട് നമുക്ക് ഇവനെ ഇത് ഫ്ലാറ്റിനകത്ത് കുടുങ്ങിപ്പോയതാണ്. കുടുങ്ങിപ്പോയത് ഞങ്ങൾ ഇവനെ രക്ഷിച്ച് പറത്തി വിടാനായിട്ട് ഓട്ടോമാറ്റിക് ക്ലോസ് ആവും. അങ്ങനെ എന്തോ വന്ന് പെട്ടു. ഇവിടെ കുടുങ്ങിപ്പോയതാണ്. അപ്പൊ അവനെ നമ്മൾ രക്ഷിക്കാനായിട്ട് പിടിച്ച് നിന്റെ അമ്മ പിടിച്ച്. അമ്മയാണ്, അമ്മയുടെ ഇൻവെസ്റ്റിഗേഷനാണ് കണ്ടെത്തിയത്. ഇതുണ്ടോ ഇവൻ വന്ന് സ്കൂളിൽ അവനെ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പനെ നമ്മൾ പറഞ്ഞു വിടാനുള്ള പരിപാടിയാണ്. എന്തെങ്കിലും കഴിക്കുമെന്ന് നോക്കണം. ഭക്ഷണമൊന്നും കഴിക്കാതെ ഇരുന്നിട്ട്. എന്തായാലും ഒരു ഭാഗ്യമായിപ്പോയി. ഇവനെ ഞാൻ തെങ്ങിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത്രയും അടുത്ത്? ഇവനെ വെറുതെ വിടണ്ട, എന്തെങ്കിലും കൊടുത്തിട്ട് വിടാന്ന് പറഞ്ഞ് ഇവനെ പറ്റി ഞങ്ങളൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തി.
മോശം എന്ന് പറഞ്ഞാൽ മോശം 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 അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർ. അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കി ഇവൻ ചെറിയ പാമ്പിന് വരെ വീഴുന്ന ആളാണ്. ആണല്ലേ? ചെറിയ ആളല്ല, വലിയ പാവാന്നൊക്കെ പറഞ്ഞു. ഫ്രോക്സ്, സ്നേക്ക്, അങ്ങനെ പലതിനും തിന്നുന്ന നീ ആളാണ്. അത്ര ഭീകരനാണല്ലേ? പക്ഷെ ഇത് വിഴുങ്ങോ? കഴിക്കോ? കഴിച്ചോടാ? വേണ്ട. കഴിക്കോ? പരിചയമില്ല, ബദാമൊന്നും ഇവിടെ കിട്ടാറില്ല. അതൊന്നും അതിന് ഒത്തിരി പറക്കുന്ന ടൈപ്പ് അല്ലാത്തതുകൊണ്ട്. പക്ഷേ ബദാം കഴിച്ചില്ല, പിടിച്ച്. പിടിച്ച് ഇത് സൗകര്യപൂർവ്വം ഞങ്ങൾ പോയിട്ട് കഴിക്കാന്ന് വിചാരിച്ച് വെച്ചേക്കാണ്. പേടിച്ചിട്ട് കഴിക്കാതിരിക്കാനാണ്. ക്യാമറ കൊത്തിക്കള ഇതുവരെ ഭീകരനാണ്, അതിഭീകരൻ. എന്നാലും കൊള്ളാടാ. കഴിച്ചോ? കഴിച്ചോ? വിട്ടാലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്ത് വിട്ടാലോ? അപ്പൊ കുടുങ്ങിക്കിടന്ന ഉപ്പന് ഞങ്ങൾ ബദാമും കൊടുത്ത് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു അഗൈൻ. അങ്ങനെ പിടിച്ച ആള് തന്നെ ഇതാ സ്ലാബിൽ നിർത്തിക്കും. അവിടെ വിട്ടാ പൊന്നെ, ഞാൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. അങ്ങ് ആ തെങ്ങിന്റെ മറവിൽ പോയി. എങ്കയോ പോയിട്ട് അങ്ങനെ ഞങ്ങളുടെ ഉപ്പൻ പറന്നുപോയി. ഇനി ഒരു ഉപ്പൻ അപ്പുറമുണ്ട്. അപ്പം ഈ ഉപ്പനല്ലാതെ മറ്റൊരു ഉപ്പനുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാൻ കഴിയും. ഓക്കെ, ആ ഉപ്പൻ കൂടെ ഒരു ബൈ പറഞ്ഞു. ബൈ പറയണം.